ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കാലത്ത് ഞാനൊരു 5:45 എണീറ്റു. അപ്പോൾ ഞാൻ താഴേക്ക് വരാണ്. നേരത്തെ എണീറ്റു കുറച്ച്. അപ്പോൾ താഴോട്ട് വന്ന് നമ്മൾ നേരെ ബാക്കിൽ ബാൽക്കണിയില്ലേ, അതിൻ്റെ കേർട്ടൻസൊക്കെ തുറന്നു. അപ്പോൾ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. 5:45 എന്നാലും ഒരു 6 മണി 6:30 ആയ പോലെ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. സമ്മർ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ടിലെ ഡോർ തുറന്നപ്പോഴും നല്ല ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇത് 5:45 തന്നെയാണോ എന്ന് വിചാരിച്ച് ഞാൻ ക്ലോക്ക് ഒന്നുകൂടി നോക്കി. അതിനുശേഷം ഞാൻ മുല്ലപ്പൂ നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ റോസിൻ്റെ മുട്ട് ഉണ്ടായിട്ടില്ല, ആ ചെടിയുമേ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ നേരെ പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറുപയർ ഞാൻ കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്, വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലിട്ടു. അതിനുശേഷം പുട്ടുണ്ടാക്കുക. ഓട്സ് പുട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഓട്സ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓട്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് സാധാരണ നമ്മൾ ഫൈൻ പൊടിയല്ല, പൗഡറായിട്ടല്ല പൊടിച്ചെടുത്തത്, അതിലേക്ക് വെള്ളം നനച്ച് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ കുറച്ച് മാത്രം തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കി എടുക്കുകയാണ്. സിമ്പിളാണ് ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ, നല്ല ഹെൽത്തിയാണ്. ഓട്സ് ആകുമ്പോൾ പിന്നെ കുറച്ച് ഹെൽത്തി ആവും ഓപ്ഷനാണെന്ന് വിചാരിച്ചിട്ടാണ് ഓട്സ് പുട്ട് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്താൽ മതി. ഇതിങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ പുട്ടുണ്ടാക്കുമ്പോൾ. ചിലപ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ നനച്ചത് ശരിയായില്ലെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പുട്ടുണ്ടാക്കിയപ്പോൾ കുറച്ച് ഒന്ന് പൊടിയായിപ്പോയി. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഓട്സ് പുട്ട്. ഇത് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കണതാണ്. നമ്മുടെ ഓട്സ് നിറയ്ക്കണതാണ്. കുറച്ച് മാത്രം തേങ്ങയാണല്ലോ, കണ്ടോ? തേങ്ങ ഇട്ടിട്ട് നമ്മുടെ ആവി കയറ്റാൻ വെച്ചു. വേഗം തന്നെ ആവും. സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഓട്സ് പുട്ട്. പുട്ടിൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആവി വന്നു. അതിന് ശേഷം ഞാൻ പുട്ട് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ജസ്റ്റ് കുറച്ച് പൊടിയായിട്ട് വരുന്നത്. അത് ശരിയായില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കി നോക്കി. അപ്പം അത് ശരിയായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, അങ്ങനെ കുത്തുമ്പോൾ പക്ഷേ ടേസ്റ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഷേപ്പിൽ വരുന്നുണ്ടായില്ല പുട്ട്. പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും ചെറുപയർ കറിയും. പിന്നെ ഇതൊരു കോഫിയാണ്. അതിനുശേഷം ഞങ്ങൾ അമ്മ നാട്ടിൽ നിന്ന് ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കയ്യിൽ. അത് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഷാർജയിലേക്ക് പോണ വഴിയാണിത്. ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എയർപോർട്ടിന് വഴി ഷാർജയ്ക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇരിക്കണ്ടായി, അത് കൊടുത്തയച്ചതാണ്. നല്ല ചൂടാട്ടോ, ഭയങ്കര വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ. കാറിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഷാർജ എത്തി. ഷാർജയിൽ ഇപ്പോഴും കണ്ടോ വെള്ളമൊക്കെ അവിടെ ഇവിടെയും കാണാം കേട്ടോ. ഞാൻ എന്താണോ വെള്ളം കെട്ടിയെടുക്കണമെന്ന് വിചാരിച്ചു റോട്ടിൽ. അപ്പോൾ അങ്ങനെ ഷാർജയിൽ എത്താറായിട്ടുണ്ട്. ഷാർജയിൽ ഇങ്ങനെ തൊട്ടടുത്തടുത്ത് കുറേ ബിൽഡിങ്സ് കേട്ടോ. ഇവിടുത്തെ പോലെ അല്ല എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി അടുത്തടുത്താണ് ഇവിടുത്തെ ബിൽഡിങ്സ് എനിക്ക് തോന്നുന്നു ഷാർജയിൽ. അപ്പോൾ ഷാർജയാണ് ഇത് കാണുന്നത്. ഇതപ്പോൾ അവരുടെ ഫ്ലാറ്റിലേക്കുള്ള ലിഫ്റ്റിൽ വെച്ച് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ കയറിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് പാഴ്സൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നു. ഇതാണ് കാവ്യ ഇന്ദുശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർട്ടൊക്കെ ഇട്ടിട്ട് എനിക്കിഷ്ടമായിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പാഴ്സലിൽ പേരൊക്കെ എഴുതിയവൾ. അവളുടെ പണി അത്. പിന്നെ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് മിർദിഫിക്ക് വരാണ്. അപ്പം മിർദിഫിക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ വിവാ സ്റ്റോറിൽ പോകാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ വിവാ സ്റ്റോറിലെത്തി. തൊട്ടടുത്താണ് കേട്ടോ, നമ്മുടെ സ്പോർട്സ് സൊസൈറ്റി കാണിച്ചിട്ടുണ്ടല്ലോ, അവിടെ തന്നെയാണ് വിവാ സ്റ്റോറും എടുക്കണേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് വാങ്ങാറുണ്ട് ഗ്രോസറി ഐറ്റംസ്. അങ്ങനെ വിവാ സ്റ്റോറിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനമുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വാങ്ങണേ കണ്ടോ. അല്ലാണ്ട് ഇപ്പോൾ ജങ്ക് ഫുഡ്സൊക്കെ ഒട്ടുമില്ല, കുറച്ചൊന്നുമല്ല, ഒട്ടുമില്ല. അപ്പം ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വന്നിട്ട് ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ബ്രൗൺ റൈസ് ഉണ്ട്, ഹെൽത്തി ആയിട്ട് ബ്രൗൺ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ബ്രൗൺ റൈസ് അത് ടേസ്റ്റ് ഇല്ല, പക്ഷെ നല്ല ഹെൽത്തിയാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ബ്രൗൺ റൈസ് ഉണ്ടാക്കാനായിട്ട് സാധാരണ വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാൻ നല്ലതാണ്. കുറച്ച് വേവ് കൂടുതലാണ് ബ്രൗൺ റൈസ്, ടൈം എടുക്കും ഉണ്ടാക്കാനായിട്ട്. ബ്രൗൺ റൈസ് വെച്ചു. പിന്നെ ബീൻസ് സ്റ്റിർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബീൻസ് ഉണ്ടായിരുന്നു, നല്ല ബീൻസ് ആയിരുന്നു അത് കിട്ടിയിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഗാർലിക്കും കൂടി ഇട്ടിട്ട് ചൈനീസ് സ്റ്റൈൽ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് സ്റ്റിർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ബീൻസ് കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ബീൻസ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക, ചെറിയ നമ്മളിപ്പോൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ ചെറിയതായിട്ടല്ല കട്ട് ചെയ്തത്. തിന്നായിട്ടുള്ള ബീൻസാണ്. അതിങ്ങനെ ഒരു 3 പീസൊക്കെ ആയിട്ട് ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ഗാർലിക്ക്, വെളുത്തുള്ളി ഒരു കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കാം. ക്രഷ് ചെയ്യേണ്ട, ഞാൻ അരിഞ്ഞാണ് എടുത്തത്. ഇതെൻ്റെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഇതാട്ടോ, റെസിപ്പിയാണ്. ഇതിങ്ങനെ ഉള്ളതാണ്, പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിട്ടോ. ചില്ലി ഫ്ലേക്സും ഉപ്പും ഇതും മാത്രം ഇട്ടിട്ട്, ഗാർലിക്കും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി. പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു, എഗ്ഗ് ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കി. സവാളയും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ട് എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇന്ന് ലഞ്ചിനായിട്ട്. ബ്രൗൺ റൈസും ഒക്കെ നല്ല ലഞ്ച്, ഹെൽത്തി യെറ്റ് ഫില്ലിങ് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഗ് ഓംലെറ്റ് ഉണ്ടാക്കി 2 എണ്ണം എനിക്കും ചേട്ടനും ഉണ്ടാക്കി. ലാസ്റ്റ് ഇത്തിരി കൂടുതൽ കരിഞ്ഞില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. ഓംലെറ്റ് ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ലഞ്ച് നല്ലതായിരുന്നു, നല്ല കംഫർട്ട് ഫുഡായിരുന്നു. പിന്നെ ഈവനിങ് സ്നാക്കിന് ഞാൻ കുറച്ച് മ്യൂസ്ലി കഴിച്ചു. പിന്നെ കുറച്ച് നേരം TV കണ്ടിരുന്നു. TV കണ്ടതിന് ശേഷം പിന്നെ ഡിന്നർ ടൈമായി. കുറച്ച് നേരം ഓരോ പണികളൊക്കെ ഡിന്നർ ഉണ്ടാക്കി, ചിക്കൻ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.